നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി ഒരു ദിവസം ശേഷിക്കെ കൂട്ടലും കിഴിക്കലും ഒക്കെയായി മുന്നണികൾ 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDFിന്റെ പ്രാഥമിക വിലയിരുത്തൽ. UDFിലെ ഭിന്നത LDF നോട്ടായി മാറുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. നിലമ്പൂരിൽ താൻ ജയിച്ചില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ഇത് അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണ്. ആ രീതിയിൽ ഇതിനെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ഈ പറയുന്ന LDFും ചെറുതായിട്ട് UDFും. പക്ഷേ നിജസ്ഥിതി നേരെ തിരിച്ചാണ്. ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത്. എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ്. PV അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം. അവിടെ രണ്ട് പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായി സത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പം ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അത് തന്നെയായാലും നിലപാട്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ സാധ്യതയും അതുപോലെ PV അൻവറിന്റെ പുതിയ നിഗമനങ്ങളും വിപിൻ വിലയിരുത്തുന്നു. പറയൂ വിപിൻ. SKN PV അൻവർ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ അത് താൻ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ UDF സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്നത് തെളിഞ്ഞ പിണറായി M സ്വരാജും ഒളിഞ്ഞ പിണറായിയായി ആര്യാടൻ ഷൗക്കത്തുമാണ് ഇതിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. താൻ ഇനി വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒളിഞ്ഞ പിണറായിക്കാണ് സാധ്യത. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കണം, UDFന് വിജയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ PV അൻവറിൻ്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇനി ഒരു ചർച്ചയുമില്ല, അതൊരു അടഞ്ഞ വാതിലാണ് എന്ന് UDFിലെ ഒരു വിഭാഗം നേതാക്കളും, അതല്ല ഇനിയും ചർച്ച തുടരുമെന്ന് മറുവിഭാഗം നേതാക്കളും പറയുന്നതിൻ്റെ അത്തരം ഒരു ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ താൻ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കണം എന്നുള്ളത് ഒളിഞ്ഞ പിണറായി എന്നുള്ളൊരു പ്രയോഗത്തിലൂടെ PV അൻവർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. അത് ഓരോ പഞ്ചായത്ത് തല കണക്ക് എടുത്തതിന് ശേഷമാണ് അവർ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ 10,000 മുതൽ 15,000 വോട്ടുകൾക്ക് വരെ UDFിൻ്റെ ഒരു വിജയമാണ് അവർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിൽ തന്നെ ഇനി പ്രതികൂലമായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു 8,000 വോട്ടുകൾക്കുള്ള ഒരു വിജയ സാധ്യത കാണുന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും അധികം വോട്ടുകൾ ലഭിക്കും എന്നുള്ളതാണ് UDF ക്യാമ്പ് വിലയിരുത്തുന്നത്. അതേ പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് PV അൻവറും വലിയ രീതിയിലുള്ള ഒരു വോട്ട് ലഭിക്കുമെന്ന് കരുതുന്നത്. ആദ്യം എണ്ണുന്നതും വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യത്തെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഴിക്കടവ് ആർക്കൊപ്പം നിന്നു, UDFിനൊപ്പമാണോ അതോ PV അൻവർ വോട്ട് പിടിച്ചോ, LDFിന് എത്ര എന്നുള്ളൊരു കണക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു ട്രെൻഡ് തിങ്കളാഴ്ച മനസ്സിലാവും. 1,500 മുതൽ 3,000 വോട്ട് വഴിക്കടവിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് മൂത്തേടം. അവിടെ നിന്ന് 2,000 വോട്ടിൻ്റെ ഒരു ലീഡ്. ഒപ്പം തന്നെ VV പ്രകാശിൻ്റെ നാടായിട്ടുള്ള എടക്കരയിൽ നിന്നൊരു 1,500 വോട്ടിൻ്റെ ലീഡ്. LDF ഭരിക്കുന്ന പോത്തുകൽ പഞ്ചായത്തിൽ നിന്നും ഒരു 1,000-ഓളം ഒരു വോട്ട് ലഭിക്കും എന്നുള്ളത് കരുതുന്നുണ്ട്. ഒപ്പം തന്നെ LDF ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നേരിയ വോട്ടും അമരമ്പലം കരുളായി പഞ്ചായത്തുകൾ LDFിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് UDFിൻ്റെ ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അത് ബൂത്ത് തല കണക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.